ബി.പിയെ തൃപ്തിപ്പെടുത്താനല്ലോ ഞാൻ അവിടെ ചെന്നത്. എന്നിട്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞു? പറഞ്ഞത് ഇക്കാര്യം തന്നെ. നമ്മുടെ രണ്ടുപേരുടെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നിട്ടാണ് ഇവിടുന്ന് പോയതെന്നും അതുകൊണ്ട് ഇനി മേലിൽ ആരും അന്വേഷിച്ച് ചെല്ലരുതെന്നും പറഞ്ഞു. ഇനി അച്ഛനെ ബുദ്ധിമുട്ടിക്കാനും ശല്യപ്പെടുത്താനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ അവിടുന്ന് പോവുകയോ അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയോ ചെയ്യുമെന്ന്. ആഹാ, ബി.പിക്ക് അവളവ് ധൈര്യോ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ. ഒരു മകനോ മകളോ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ അച്ഛനെ കാണാൻ ചെല്ലുന്നതിന് ഇന്ത്യൻ പീനൽ കോഡിൽ എന്താ ശിക്ഷയെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്രേ. ബി.പി ആരെയായി പേടിപ്പിക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കാത്ത എന്താ അമ്മ? വേണ്ടപ്പോ, നീ അത് വിട്ടേക്ക്. നീ കരുതും പോലെ ഭീഷണിപ്പെടുത്തിയതൊന്നും അല്ല ബി.പി. ഗതികെട്ട് അപേക്ഷിക്കുന്ന ഒരു മൂഡിലായിരുന്നു എന്നോട് സംസാരിച്ചത്. പിന്നെ അപേക്ഷിച്ച് സംസാരിക്കുന്ന ആളല്ലേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞ് നമ്മളെ വരട്ടാൻ നോക്കുന്നത്? അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാവൂ. അപ്പോ നീ ഇനി അതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട. ബി.പി ഇനി ഏത് കാട്ടിപ്പോയി ഒളിച്ചാലും ഞാൻ പിന്നാലെ തന്നെ ഉണ്ടാവുമേ. തിരിച്ച് ഈ വീട്ടിൽ തന്നെ വരാതെ ബി.പിയെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഏതായാലും ഇന്നലെ അമ്മയെ വിളിച്ചതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ബി.പി വീണ്ടും അപ്പുവിനെ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അമ്മയെ വിളിച്ച് ഇൻഡയറക്റ്റായി എന്നോട് ഭീഷണി മുഴക്കിയത്. അതൊരു നല്ല സൂചനയാണ്. അതൊരു ഭീഷണിയായിരുന്നില്ല അപ്പു, അപേക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭീഷണിയായാലും അപേക്ഷയായാലും അതിലൊന്നും അപ്പു വീഴാൻ പോകുന്നില്ല. ഞാൻ വഴങ്ങണമെങ്കിൽ ഇറങ്ങിപ്പോയ ഈ വീട്ടിലേക്ക് ബി.പി മടങ്ങി വരണം. അതിൽ കുറഞ്ഞ ഒരു ആനുകൂല്യവും ഈ കാര്യത്തിൽ അച്ഛൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. സന്ധ്യ സംഭാഷണത്തിന് ഇനി വിളിക്കുമ്പോ എന്റെ തീരുമാനം ഇതാണെന്ന് ഭർത്താവിനോടൊന്ന് പറഞ്ഞേക്കമ്മ. കറി എടുക്കുമോളെ. മമ്മി ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നിരുന്നോളാം, നിങ്ങൾ കഴിക്കേ. അത് ശരിയാവില്ല. നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ കഴിക്കാറ്. 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, ഡെയ്സി ടീച്ചർ കഴിക്കാതെ മാറി നിന്നോണ്ടൊരു വിളമ്പല്. അതുപോലെയുള്ള പുതിയ പരിപാടിയൊന്നും വേണ്ട കേട്ടോ. നീ പോടാ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ആന്റി ഇരിക്ക്, ഞാൻ വിളമ്പാം. നീ അവിടെ ഇരുന്ന് കഴിക്കുമോളെ. അവൻ അങ്ങനെ പലതും പറയും, മോളതൊന്നും കാര്യമാക്കണ്ട. മമ്മി അവിടെ ഇരുന്നേ. അതെ, ലഞ്ചിന് ഞങ്ങൾ ഇല്ലെന്ന് വെച്ച് ഡെയ്സി ടീച്ചറൊന്നും കഴിക്കാതിരിക്കരുത് കേട്ടോ. പിന്നെ നീ ഇല്ലെന്ന് വെച്ച് ഞാനിവിടെ പട്ടിണി ഇരിക്കാൻ പോവല്ലേ. മോളെ, മോളിരിക്കെ. ഒരു മരുമോൾ സ്നേഹം കണ്ടില്ലേ. ഇരിക്കെ, അതിനിപ്പോ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നീ കഴിക്കേ. എടുക്ക് മോളെ. ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോ വാ വാ വാ. എപ്പോ എത്തി? ദാ ഇപ്പൊ പൊട്ടി വീണതേ ഉള്ളൂ. അതെ, ഒരാൾക്കും കൂടി ബ്രേക്ക്ഫാസ്റ്റ് വേണല്ലോ. കാണോ? വൈകി വന്ന് ഓർഡർ ചെയ്യാനേ ഇത് ഹോട്ടലൊന്നും അല്ല. ഡെയ്സി ടീച്ചർ എണ്ണിച്ചുട്ട അപ്പം പോലെയാ ഇവിടെ ആഹാരം ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാലോ. സാരമില്ല, എല്ലാവരുടെയും പ്ലേറ്റിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ ഇരിക്കപ്പോ, ഞാൻ വിളമ്പിത്തരാം. വേണ്ട ആന്റി, ഞാൻ കഴിച്ചിട്ട് വന്ന. അല്ല, എന്താടോ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ്? അതെന്താ ഡോക്ടറെ, എനിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ മുൻകൂർ അനുവാദമൊക്കെ വേണോ? ഇതെന്റെയും കൂടെ വീടല്ലേ. അതോ പുതിയ കൂട്ടുകാർ വന്നപ്പോഴേക്കും ഞാനിവിടെ ഒരു അധിക തെറ്റായി എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്? നീ എന്തിനാ അപ്പോ വെറുതെ ഓരോന്ന് പറഞ്ഞ് അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത്?
നീ ഒരു അധികപ്പറ്റാണെന്ന് ഇവിടെ ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി അങ്ങോട്ട് തോന്നുകയുമില്ല. ആന്റി പറഞ്ഞ എനിക്ക് വിശ്വാസം. അതുപോലല്ലല്ലോ ഡോക്ടറുടെ കാര്യം. നിൽക്കുന്ന നിപ്പിലും മലക്കം അറിയുന്ന കക്ഷിയാ. ഒന്നുമില്ലെങ്കിലും എന്നെ കമ്പനി അടിച്ച് എന്റെ കൂട്ടുകാരെ അടിച്ചു മാറ്റിയ മുതലല്ലേ. ഇപ്പോഴെങ്കിലും താനത് മനസ്സിലാക്കി കളഞ്ഞല്ലോ. മണവാട്ടി എന്താണാവോ ഒന്നും മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല. ഇന്ന് രണ്ടുപേരും കൂടി മാളുവിന്റെ വീട്ടിലേക്ക് വിരുന്നു പോവാ. ഓ, അപ്പൊ അതിന്റെ ചാടയാണല്ലേ? അതെ, വിരുന്നിന് നമ്മളെയും കൂടി ക്ഷണിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ക്ഷണിച്ചിട്ട് വേണ്ടേ നിനക്ക് എന്റെ വീട്ടിൽ വരാൻ? മുൻപൊന്നും അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല. ഇപ്പൊ കാലവും കഥയൊക്കെ മാറിയല്ലോ. അതെ, വിരുന്ന് പ്രമാണിച്ച് ഡോക്ടറിന് ലീവാണോ? അല്ല പോ, ഉച്ചവരെ ഞാൻ ഹോസ്പിറ്റലിലുണ്ടാവും. ലഞ്ചിന് ജോയിൻ ചെയ്യാന്നാ ഞാൻ വിചാരിക്കുന്നത്. എങ്കിൽ എനിക്ക് ഡോക്ടറുടെ ഒരു സഹായം വേണ്ടിവരും. അപ്പം വെറുതെ അല്ല ഇപ്പൊ പൊട്ടി വീണത്. പറ, എന്ത് സഹായം വേണ്ട? അതാദ്യം അറിയട്ടെ. എന്താണെന്ന് അറിഞ്ഞാലേ സഹായിക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. താൻ കാര്യം പറ. സംഗതി സീക്രട്ടാ. ഡോക്ടർ വേഗം കഴിക്കും, എന്നിട്ട് പറയാം. നീ മതിയാക്കിയോ മോളെ? ആ മതി ആന്റി. അപ്പു നീ പെയിൻ തുടങ്ങിയിട്ട് എത്ര നാളായി? സാധാരണ സമയത്തൊക്കെ സാമാന്യം നല്ല രീതിയിൽ വേദന തോന്നാറുണ്ട്. പക്ഷെ ഇങ്ങനെ സഹിക്കാൻ പറ്റാത്തത്ര സിവിയർ പെയിൻ തുടങ്ങിയിട്ട് ഇപ്പൊ 5-6 മാസത്തിലധികമായി. അതും കഴിഞ്ഞ 2-3 തവണയായി ഒരു രക്ഷയില്ലാത്ത വേദനയായിരുന്നു. തീരെ സഹിക്കാൻ പറ്റാതായതുകൊണ്ടാ ഡോക്ടറോട് ഞാൻ ഇക്കാര്യം ഷെയർ ചെയ്യാന്ന് വെച്ചത്. കൊള്ളാം, ഇപ്പോഴെങ്കിലും തനിക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയല്ലോ. എന്തൊരു മണ്ടത്തരം അപ്പു താനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് ഇല്ലാതെ തോന്നിയ പാടെ ഏതെങ്കിലും മെഡിസിൻ എടുക്കുക, അതും തോന്നിയ ഡോസിൽ. അതിനെ തുടർന്നുണ്ടാവുന്ന പ്രശ്നം തീർക്കാൻ വേറെ മരുന്ന്, പിന്നെ അതിന്റെ സൈഡ് എഫക്ട്സ്. ഇതൊക്കെ എന്താ കുട്ടിക്കളിയാണെന്നാണോ തന്റെ വിചാരം? സ്വന്തം ഇഷ്ടത്തിന് ആൾക്കാർ ഇങ്ങനെ ഗൂഗിൾ നോക്കി ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയ പിന്നെ ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും ഒക്കെ എന്തിനാ? അപ്പോൾ താൻ ഈ പറഞ്ഞ ഡ്രഗ്സ് പലതും സ്റ്റേജ് 3, സ്റ്റേജ് 4 പേഷ്യൻസിന് കൊടുക്കുന്ന പെയിൻ കില്ലേഴ്സ് ആണ്. വേദന അറിയാതെ രോഗികളെ മരിക്കാൻ സഹായിക്കുന്ന ഹൈ വോൾട്ട് ഡ്രഗ്സ്. അതൊക്കെ അമിതമായി കഴിച്ചാൽ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ച് തനിക്ക് വല്ല പിടിയുണ്ടോ? വഴക്ക് പറയില്ലേ ഡോക്ടറെ, പറ്റിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മാസത്തിലും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ തള്ളി നീക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോ തന്നെ ഭ്രാന്ത് പിടിക്കും എനിക്ക്. ആദ്യമൊക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ പറ്റിയായിരുന്നു ആലോചിച്ചത്. പിന്നെ എപ്പോഴായാലും അത് അനുഭവിക്കണമല്ലോ എന്ന് ഓർത്തപ്പോ പെർമനന്റ് ആയിട്ട് അതെങ്ങനെ ഇല്ലാതാക്കാന്നായി. നെറ്റ് നോക്കിയപ്പോ ഇങ്ങനെ ചില മെഡിസിൻസിന്റെ പേരാ കിട്ടിയത്. 1-2 വട്ടം കഴിച്ചു നോക്കിയപ്പോ സംഗതി ഏറ്റവും തോന്നി. പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. കൊള്ളാം, നല്ല ബെസ്റ്റ് കക്ഷി. ഒരു കാര്യം ചെയ്യ്, ഡോക്ടർ അപ്പു എന്നൊരു ബോർഡൊക്കെ വീട്ടിൽ തൂക്കി സ്വന്തമായിട്ടൊരു കൺസൾട്ടേഷനും തുടങ്ങിക്കോ. അതാ നല്ലത്. തനിക്കിതൊക്കെ ഇത്രയും നാളും വെച്ചോണ്ടിരിക്കാതെ തുടക്കത്തിലെ ഗീതാന്റിയോടെങ്കിലും പറയാമായിരുന്നില്ലേ അപ്പോ? അമ്മയോട് പറഞ്ഞ പിന്നെ ആകെ സീനാവും ഡോക്ടറെ. പിന്നെ കരച്ചിലായി, ഉപദേശമായി, കൺസൾട്ടിംഗ് ആയി. എന്തിനാ പാവത്തിനും കൂടി ടെൻഷൻ ആക്കുന്നതെന്ന് വിചാരിച്ചു. എന്തിനും തനിക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ. എന്നിട്ടിപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയപ്പോ സഹായം ചോദിച്ചു വന്നിരിക്കുന്നു. തന്നെ ഉണ്ടല്ലോ. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഡോക്ടർ ഇങ്ങനെ റേസ് ആവാതെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ. വലിയ മിടുക്ക് കാണിച്ചല്ലേ, സഹായിക്കാൻ മനസ്സിലെങ്കിലോ? ഓക്കെ, മനസ്സില്ലെങ്കിൽ ഈ വണ്ടി പോകുന്നിടത്തോളം അങ്ങ് പോട്ടേന്ന് വെക്കും, അത്ര തന്നെ. പക്ഷേ ഈ ഒടുക്കത്തെ പെയിനാ പ്രശ്നം. സാരമില്ല, സഹിച്ചല്ലേ പറ്റൂ. മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നോണം കേട്ടല്ലോ. ഇന്നോ? അത് വേണ്ട ഡോക്ടറെ. ഇന്ന് മണവാളിനും മണവാട്ടിയും വിരുന്നുണ്ടാൻ പോവല്ലേ. അതൊക്കെ കഴിഞ്ഞൊരു 2 ദിവസത്തിനകം ഡോക്ടറെ കണ്ടാലും മതി. അത് തീരുമാനിക്കുന്നത് താനല്ല, വിരുന്നുച്ചക്കല്ലേ.
രാവിലെ തന്നെ നമുക്ക് ഡോക്ടർ സ്റ്റെല്ല മാഡത്തിനെ കാണാൻ പറ്റുമോ നോക്കട്ടെ. മാഡത്തിന് ഇന്ന് OP ഉണ്ടോ എന്ന് അറിയണം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വെയിറ്റ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യമൊന്നും ഡോക്ടർ അമ്മയോടോ മാളുവിനോടോ ഡേസി ആന്റിയോടോ പറയരുത് പ്ലീസ്. മാളുവിൻ്റെയും ഡേസി ആന്റിയുടെയും കാര്യം നമുക്ക് പരിഹരിക്കാം. പക്ഷെ ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയിട്ട് ചിലപ്പം ഗീത ആന്റിയോട് എനിക്കിതൊക്കെ തുറന്ന് സംസാരിക്കേണ്ടി വരും. താൻ വിഷമിക്കണ്ട. വലിയ പരിക്കില്ലാത്ത രീതിയിൽ ആന്റിയോട് ഞാനിത് പ്രസന്റ് ചെയ്തോളാം. പോരെ? ശരി, എല്ലാം ഡോക്ടറിന്റെ ഇഷ്ടം. ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. ഡോക്ടർ എന്ന ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തോളൂ. ഞാൻ മാളുവിന്റെ അടുത്തുണ്ടാവും. എന്താണ് മണവാട്ടിക്കുട്ടിയുടെ മുഖത്തൊരു തെളിച്ചില്ലാത്തത്? ഡോക്ടറായിട്ട് വല്ല സൗന്ദര്യപ്പണക്കമാണോ? അതോ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ? നീ വന്നതുകൊണ്ട് എനിക്കൊരു ഇഷ്ടക്കുറവില്ല. പിന്നെ എന്താണ് മാഡത്തിന്റെ പ്രശ്നം? അപ്പോ എന്താ നീ കാണിക്കുന്നെ? വിട്. ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചെന്ന് കരുതി എന്താണ് പറഞ്ഞേ? വിട് പോ. കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് വേണ്ട. അതിന് വേറെ അവകാശം ഉണ്ടെന്നായിരിക്കുമല്ലേ? എന്നാലേ മോളെ, നിന്നെ കെട്ടിപ്പിടിക്കാൻ ഡോക്ടറെക്കാളും അവകാശം എനിക്കാ. കാരണം നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ ഞാനാ. അപ്പോ നീ ചുമ്മാ ആവശ്യമില്ലാത്ത കഥയൊന്നും കൊണ്ടുവരല്ലേ. താലി കെട്ടിയ അവകാശത്തിന്റെ കാര്യമൊന്നും നീ കൂടുതൽ പറയണ്ട. അതെന്താ പറഞ്ഞാല്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ല, അതിലൊരു തരി പോലും സത്യമില്ല. എങ്ങനെ സത്യമല്ലാതാവും? നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാൻ തന്നെയാണല്ലോ. സമ്മതിച്ചു, നീ ആയിരിക്കും. പക്ഷേ അത് നീ പറയുന്ന സെൻസിലൊന്നും ഞാൻ എടുത്തിട്ടില്ല, എടുക്കുകയില്ല. ചെറുക്കൻ കെട്ടിയ താലി നാത്തുമാരൊന്നുകൂടി മുറുക്കി കെട്ടാറില്ലേ, അങ്ങനെ ഞാനത് എടുത്തിട്ടുള്ളൂ. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ നാത്തൂന്മാര് പെണ്ണുങ്ങളല്ലേ ഡിയർ? നമ്മുടെ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. ഞാനൊരു പുരുഷനല്ലേ. പുരുഷൻ താലി കിട്ടിയ പിന്നെ ആ പെണ്ണ് അവൻ അവകാശപ്പെട്ടതാ, അവന്റെ ഭാര്യ. നീ പേടിക്കണ്ട, ഞാനത് ക്ലെയിം ചെയ്യൊന്നുമില്ല. എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഹലോ, എന്താണ് രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം? ഒന്നുമില്ല. അങ്ങനെയല്ലല്ലോ, എന്തോ ഒരു കൺഫ്യൂഷൻ ഉള്ളത് പോലെ. ഒന്നുമില്ലെന്നേ. ഞാൻ ഇവളുടെ ഒരു കൺഫ്യൂഷൻ തീർത്തു കൊടുക്കുമായിരുന്നു. എങ്കി ഓക്കെ. അപ്പോ താനും ഞങ്ങളുടെ പോന്നോ? ഞാൻ രാവിലെ തന്നെ അപ്പോയിന്റ്മെന്റ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ആരെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ്? അതൊക്കെ വേൾഡ് സീക്രട്ടാ മോളെ. നീ അതൊന്നും ഇപ്പൊ അറിയണ്ട കേട്ടോ. ഡോക്ടറെ ചതിക്കല്ലേ. എന്നാ രണ്ടുപേരും വേഗം റെഡിയാവ്. ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? ആരെ കാണാനാ അപ്പനോട് കൂടെ പോന്നോളം പറഞ്ഞത്? അതൊക്കെ പിന്നെ പറയാം. ഞാനൊന്ന് വേഗം റെഡിയാവട്ടെ, നമുക്ക് ഉടനെ ഇറങ്ങണം. ഞാനും ഈ കാര്യത്തിൽ ഗീതയുടെ പക്ഷത്താ. അപ്പോ വിജയെ ചെന്ന് കണ്ട് വീട്ടിലേക്ക് മടങ്ങി വരാൻ ക്ഷണിച്ചല്ലോ. നമ്മുടെ ഭാഗത്തുനിന്നുള്ള മര്യാദ നമ്മൾ കാണിച്ചു. ഇനി വരുന്നതും വരാത്തതും ഒക്കെ അയാളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കുക. ഇതങ്ങനെ ബിപിയുടെ ഇഷ്ടത്തിന് മാത്രം വിട്ടുകൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല ആന്റി. അല്പസ്വല്പം നിർബന്ധവും ഭീഷണിയൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായാലേ വിപിയുടെ തിരിച്ചുവരവിന് ഒരു സാധ്യത ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ വിജയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനമാപ്പോ? ഇനി അഥവാ തിരിച്ചു വന്നാലും കുറച്ചു ദിവസം കഴിഞ്ഞ് വിജയ് ഇതുപോലെ ഇറങ്ങിപ്പോയില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ഒരു ഉറപ്പ് എനിക്കും ഇല്ല ആന്റി. എന്നാലും കഴിയുന്നിടത്തോളം അച്ഛൻ ആ വീട്ടിലുണ്ടാവുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാലും ഗീത ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നില്ല. അതാ വിജയ്ക്ക് ഇത്രയും ധൈര്യമായത്. അങ്ങനെ ഒരു അബദ്ധം അമ്മ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആന്റി. ഇണക്കിളികൾ എത്തിയല്ലോ.
എന്തു പറ്റി? മണവാട്ടിക്കൊരു ഉഷാറില്ലാത്ത പോലെ. എനിക്കൊരു കുഴപ്പമില്ല. എങ്കി ഓക്കെ. അതെ, രണ്ടുപേരും കൂടി വിരുന്നെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കറങ്ങി നടക്കാതെ വേഗം തിരിച്ചെത്തിക്കോണം. ആന്റി ഇവിടെ തനിച്ചേ ഉള്ളൂന്ന് ഓർമ്മ വേണം. ഓഹോ, അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണെങ്കിൽ ഞങ്ങൾ വരുന്നവരെ ആന്റിക്ക് ഒരു കമ്പനി കൊടുക്ക്, ഇല്ലേ മമ്മി? അതിനിപ്പോ നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വിളിച്ചാ അപ്പോ അടുത്ത നിമിഷം ഇവിടെ വരും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. ഇവരോട് എവിടെന്ന് വെച്ചാ പൊയ്ക്കോളാൻ പറ. നമുക്ക് ഇവിടെ സുഖമായിട്ടും കൂടാന്നേ, അല്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മമ്മി. ശരി, പോയിട്ട് വാ. ഉച്ചയ്ക്ക് ആന്റി കൂടി അങ്ങോട്ട് വരൂ. ഊണ് നമുക്ക് ഒരുമിച്ചാവാം. വരാം. അതിന് ഇനിയും ദിവസം ഉണ്ടല്ലോ. ആദ്യം നിങ്ങൾ പോയിട്ട് വാ. കണ്ടോ ആന്റി, എന്നിട്ടും എന്നെ വിളിക്കുന്നേ ഇല്ല. എന്നാ പിന്നെ നീയും വാ. യോ ലേ. ശരി മമ്മി. അപ്പൊ വേണമെങ്കിൽ ഫ്രണ്ടിൽ കയറിക്കോ. അത് വേണ്ട, നമുക്ക് പിൻ സീറ്റ് ഡ്രൈവിംഗ് ഇഷ്ടം. നീ അങ്ങോട്ട് കയറി. ഓക്കെ ആന്റി, ബൈ. ബൈ. ഇക്കാര്യത്തിൽ ഗീത ആന്റിയും ഡെയ്സി ടീച്ചറൊക്കെ പറയുന്നതിൽ അല്പം കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയങ്ങളുമായിട്ടുള്ള തന്റെ ഈ കോൾഡ് വാർ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോ അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണല്ലോ. പക്ഷെ BP അല്ലേ ഹരം പിടിച്ചിതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ പിന്നെ തോൽവി സമ്മതിച്ച് പിന്മാറേണ്ട കാര്യമില്ലെന്ന് എനിക്കും തോന്നി. വിജയങ്ങളായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താ തന്റെ അഭിപ്രായം ആളൂ? ഞാൻ എന്ത് പറയാനാ? കേട്ടോപ്പോ, എനിക്ക് തോന്നുന്നൊരു സജഷൻ പറയട്ടെ. നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. എന്താ ഡോക്ടർ പതിവില്ലാത്തൊരു ഇൻട്രോ? തോന്നിയതിങ്ങ് പോരട്ടെ. കുറച്ച് നാളത്തേക്ക് നമുക്കൊരു വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയാലോ? മനസ്സിലായില്ല ഡോക്ടർ, എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ച് ദിവസത്തേക്ക് അങ്കിളിനെ അങ്കിളിന്റെ ഇഷ്ടത്തിന് വിടുക. തന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രകോപനവും മാക്സിമം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. എന്താ അങ്കിളിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് നമുക്കറിയാലോ. അതിലിത്ര അറിയാനൊന്നുമില്ല. കുറച്ചു നാളുകൂടി ഈ സിറ്റിയിൽ തന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മളെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുക. ഞാനും അമ്മയും അതിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് കണ്ട എല്ലാം സെറ്റിലായെന്ന് സ്വയം സമാധാനിച്ച് കളമിടുക. ഇതൊക്കെയാവും VP മനസ്സിൽ കണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പോ അങ്ങനെ ആരെ അറിയിക്കാതെ കളം വിടാനായിരുന്നെങ്കിൽ അങ്കിളിനത് നേരത്തെ ആവാമായിരുന്നല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? VP ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടെന്നാണോ? മേ ബി അതെന്നെ തോന്നലായിരിക്കാം. ചിലപ്പോ അങ്കിൾ തന്റെയും ആന്റിയുടെയും ഭാഗത്ത് നിന്ന് ഒരു കോംപ്രമൈസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ? ആന്റിയുമായുള്ള ഡിവോഴ്സ് ഒഴിവാക്കാനെങ്കിലും താനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുമെന്ന് ന്യായമായും അങ്കിളിന് പ്രതീക്ഷിക്കാമല്ലോ. നോ വേ ഡോക്ടർ, അങ്ങനെ ഒരു കോംപ്രമൈസിന്റെ സാധ്യതയൊക്കെ എന്നെ അവസാനിച്ചെന്ന് VPക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. മനസ്സിൽ മറ്റെന്തോ പ്ലാനുമായിട്ടാ ഡോക്ടർ VP ഇപ്പോഴും ഈ സിറ്റിയിൽ തന്നെ തുടരുന്നത്. അഡ്വക്കേറ്റ് നന്ദകുമാർ സാറും അത് തന്നെയാ പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, തന്റെ ഈ വക്കീലിനെ എനിക്കൊന്ന് പരിചയപ്പെടണമല്ലോ. ആളെങ്ങനെയാ? ജെന്യൂൻ കക്ഷിയാണോ? ആള് പക്ക ജെന്റിൽമാനാ. 100% സിൻസിയർ ആയിട്ടാ എനിക്ക് തോന്നിയത്. വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസും ചാരിറ്റിയും ഒന്നും അല്ല വക്കീലിൻ്റെത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാ. എന്നുവെച്ചാ നമ്മളൊന്നും അങ്ങനെയല്ലെന്നാണോ മിസ്റ്റർ അപ്പുവിന്റെ അഭിപ്രായം? ഒരാള് വിശ്വസിക്കാൻ കൊള്ളാന്ന് പറഞ്ഞാ മറ്റുള്ളവർ അങ്ങനെയല്ല എന്ന അർത്ഥമുണ്ടോ? എങ്കിൽ ഡോക്ടർ ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. മിസ്സസ് ജോബിൻ ഭയങ്കര ഗൗരവത്തിലാണല്ലോ. എന്തു പറ്റി? എടോ, തന്നോടാ ചോദിച്ചത്. സോറി, ഞാൻ കേട്ടില്ല. താനെന്തെങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത്? നിങ്ങൾ ഭയങ്കര സീരിയസ് ആയി സംസാരിക്കുന്നിടത്ത് ഞാൻ എന്താ അഭിപ്രായം പറയാനാ? ഓ അങ്ങനെ.
ഉത്തമ കുടുംബിനിയുടെ റോളിലാണല്ലോ മാഡം. ഡോക്ടറെ, ഇവളിപ്പോഴേ വെറുപ്പിക്കല് തുടങ്ങിയല്ലോ.